ഹലോ, അപ്പോൾ നമ്മൾ രണ്ടാമത് ഇല്ലിക്കൽ എന്ന് തന്നെ വന്നിട്ടുള്ളത് ഇല്ലിക്കൽ കല്ല് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ കയറി വരുമ്പോഴേ നല്ല കോടയെല്ലാം ഇറങ്ങിയിട്ട് നല്ല മഞ്ഞുകൊണ്ട് മൂടിയിട്ട് ഞങ്ങൾക്ക് അപ്പുറത്തെ സൈഡ് മലയോ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് ഇടയ്ക്കിടയ്ക്ക് കോട വരും, പിന്നെ ആ കോട അങ്ങ് മറയും, അങ്ങനെയായിരുന്നു കേട്ടോ ഇവിടെ. ഈ ആസ്വാദനത്തിൻ്റെ ഇടയിലും എൻ്റെ കണ്ണ് നേരെ പോയി ഉടക്കിയത് ആ ഉപ്പിലിട്ട് നിറച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയും മാങ്ങയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ നല്ല തണുത്ത ക്ലൈമറ്റിൽ ഈ നെല്ലിക്കയും മാങ്ങയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിലൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഇവിടെ കയറി വരുമ്പോൾ തന്നെ കുറേ ജീപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജീപ്പ് സഫാരി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതായത് ഏറ്റവും മുകളിലത്തെ വ്യൂ പോയിന്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീപ്പിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് കയറിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ജീപ്പിലും കയറുന്നത്. അപ്പോൾ അതൊരു ന്യൂ എക്സ്പീരിയൻസ് അല്ലേ, അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഏറ്റവും മുകളിലത്തെ, അതായത് നടന്നു പോകുന്നവർക്ക് നടന്നു പോകാം, ജീപ്പിൽ പോകണം എന്നുള്ളവർക്ക് ജീപ്പിലും പോകാം. അപ്പോൾ ഈ ആക്ച്വൽ വ്യൂ പോയിന്റിലോട്ടല്ല ഈ ജീപ്പ് എത്തുന്നത്, കുറച്ച് ഫ്രണ്ടിലോട്ട് ജീപ്പ് ഇടും. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് മുകളിലോട്ട് നടന്ന് കയറണം. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് നമുക്ക് കാണാൻ പറ്റും. അത്രയും ദൂരമാണ് കേട്ടോ നമ്മൾ നടന്ന് കയറാനുള്ളത്. അവിടെയാണ് മെയിൻ വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ അതേ നമ്മൾ മുകളിൽ കയറി വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പുറത്ത് എന്താണെന്ന്, കാരണം അത്രയ്ക്ക് കോട മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കോടയൊക്കെ മാറി ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ താഴോട്ട് പോയി.